കശുവണ്ടി ഇറക്കുമതി കള്ളപ്പണക്കേസിൽ വ്യവസായി അനീഷ് ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ഇഡി. റിമാൻഡിലുള്ള അനീഷ് ബാബുവിനായി 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. അനീഷ് ബാബുവിന്റെ ബിനാമി ഇടപാടുകളിലേക്കും അന്വേഷണം ഉണ്ടാകും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ജിജീഷ്, ഈ അനീഷ് ബാബു അത് ചെറിയ മീനല്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ ബോധ്യമായ കാര്യമാണ്. ഇനി വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇഡി സംഘം എന്തൊക്കെ നീക്കങ്ങൾ നടത്തും? 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ? വിവരങ്ങൾ രാഖി പറഞ്ഞതുപോലെ തന്നെ ഈ അനീഷ് ബാബുവിൻ്റെ തട്ടിപ്പുകൾ അത് വലിയ വ്യാപ്തിയുള്ളതാണ് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് ഇഡിക്കെതിരായ നീക്കങ്ങൾ അനീഷ് ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, കൈക്കൂലി ആരോപണങ്ങൾ അടക്കം ഉയർത്തി അതിൻ്റെ ശ്രദ്ധ തിരിക്കാനും ഈ കേസന്വേഷണത്തിൻ്റെ ഒരു വേഗത കുറപ്പിക്കാനുമെല്ലാമുള്ള ശ്രമങ്ങൾ അനീഷ് ബാബുവിൻ്റെ കശുവണ്ടി വ്യവസായിയായ അനീഷ് ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നിരവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു 25 കോടിയോളം രൂപ പല കശുവണ്ടി വ്യവസായികളിൽ നിന്നായി അനീഷ് ബാബു, മറ്റൊരു കശുവണ്ടി വ്യവസായിയായ കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ അനീഷ് ബാബു തട്ടിയെടുത്തത് എന്നതായിരുന്നു പരാതി. ഇത് സംബന്ധിച്ച നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനുമപ്പുറം കൂടുതൽ ആളുകൾക്ക് പങ്കാളിത്തമുണ്ട് എന്നത് സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ നടത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. പലതവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി ഇഡി ആവശ്യപ്പെട്ടിരുന്നു, ഇഡി ഓഫീസിൽ ഹാജരാകുന്നതിന്. എന്നാൽ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ അന്വേഷണത്തോട് സഹകരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. അനീഷ് ബാബു സ്വീകരിച്ചിരുന്നത് ചോദ്യം ചെയ്യലുമായി ഒരു തരത്തിലും സഹകരിച്ചിരുന്നില്ല. ലഭിച്ച സമൻസുകളിൽ ഒന്നും തന്നെ കൃത്യമായി തന്നെ ഹാജരാകാറുണ്ടായിരുന്നില്ല. തുടർച്ചയായ സമൻസുകളിൽ പോലും അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും തരത്തിൽ മറുപടി പോലും നൽകാൻ അനീഷ് ബാബു തയ്യാറായിട്ടുമില്ല. ഈ ഒരു ഘട്ടത്തിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തുടർച്ചയായി സമൻസുകളോട് പ്രതികരിക്കാത്ത ആളുകളോട് ഉള്ള നിയമ നടപടികളിലേക്ക് പോലും ഇഡി കടക്കുന്ന ഒരു ഘട്ടം വരെ ഉണ്ടാവുകയും ചെയ്തു. അത്തരം നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കൊച്ചി പച്ചാളത്ത് നിന്ന് അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം അനീഷ് ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ചെറിയ പ്രാഥമികമായ ചില ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു. പ്രത്യേകിച്ച് വലിയ വ്യാപ്തിയുള്ള ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലുള്ള ആളുകളുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കാൻ സാധ്യതയുള്ള, വലിയ കള്ളപ്പണ ഇടപാടുകൾ നടന്നിരിക്കാൻ സാധ്യതയുള്ള ഈ തട്ടിപ്പിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് അനീഷ് ബാബുവിനെ ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനീഷ് ബാബുവിനായി 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ശരി ജിജീഷ്, വളരെ നിർണായകമായ വിവരങ്ങൾ അനീഷ് ബാബുവിൽ നിന്ന് തേടേണ്ടതുണ്ട്. കശുവണ്ടി ഇറക്കുമതി കള്ളപ്പണ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇഡി വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നു. റിമാൻഡിലാണ് അനീഷ് ബാബു. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇന്ന് ഇഡി സംഘം നൽകും എന്നുള്ളതാണ് ജിജീഷ് കരുണാകരൻ നൽകിയത് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ.